ഹായ് ഗൈസ്, ബംഗ്ലാദേശിന്റെയും ഇന്ത്യന്റെയും മ്യാൻമറിന്റെയും ഈ ഒരു സ്ഥലത്ത് പുതിയൊരു രാജ്യം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നിങ്ങൾ കേട്ട് കാണും ഷെയ്ഖ് ഹസീന പറഞ്ഞത്. അതായത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വൈറ്റ് ആൾ എന്നെ സമീപിച്ചു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അല്ല ഉണ്ടാകാൻ പോകുന്നത്, മറിച്ച് പ്ലാനുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാകാൻ പോകുന്ന എല്ലാവിധ സാധ്യതകളുമാണ് മുന്നിലുള്ളത്. ഇനി ഒരേ ഒരു സപ്പോർട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ആർമി ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി പ്രിപ്പറേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഓഷ്യൻസ് എന്ന് കരുതപ്പെടുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ, രണ്ടാമത്തത് ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് ഈ തണുപ്പ് കാലം വരുമ്പോൾ അവിടെ മഞ്ഞ് വന്ന് മൂടുകയും ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അറ്റ്ലാന്റിക് ഓഷ്യൻ എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ആർട്ടിക് ആ റീജിയനിലെല്ലാം തന്നെ കുറെ, അതായത് ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത മെറ്റീരിയലുകളുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ഘടകമായി നിൽക്കുന്നു. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിലും ഇതേ മെറ്റീരിയലുകളുണ്ട്. അതുമാത്രമല്ല ട്രേഡ് റൂട്ട്സ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഒരു യുദ്ധം വരികയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യനെ ആര് ബ്ലോക്ക് ചെയ്യുന്നോ അവരായിരിക്കും ആ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത്. കാരണം അത്രമാത്രം വലിയൊരു, അതായത് ഇമ്പോർട്ടൻസ് നിറഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ട്രേറ്റ് പാസേജ് ആണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യന്റെ മാക്സിമം കാര്യങ്ങളും നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മലേഷ്യ ശ്രമിക്കുന്നുണ്ട്, ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട്, ചൈന ശ്രമിക്കുന്നുണ്ട്, ശ്രീലങ്ക, ഇവരെല്ലാം തന്നെ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ ആയി ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് ശ്രമിക്കുന്നതിൽ ഏറ്റവും വലിയ രാജ്യങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ചൈനയും തന്നെയാണ് ഇതിൽ നമുക്ക് ചാലഞ്ച് ആയിട്ടുള്ളത്. പക്ഷെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇന്ത്യൻ ഓഷ്യനെ കുറിച്ച് വലിയ, അതായത് അമേരിക്കയ്ക്ക് അത്രമാത്രം ഇൻഫ്ലുവൻസ് ഇല്ല, അതുപോലെ തന്നെ ചൈനയ്ക്ക് അത്ര ഡീപ്പ് വാട്ടർ എക്സസൈസ് ഇതുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ ഇന്ത്യൻ ഓഷ്യന്റെ അടുത്ത് ഒരു ലാൻഡ് വേണം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായത്, അത് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ രാജ്യത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സാധ്യതകൾ 90% ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1991, അതായത് അന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ, നമ്മൾ അന്നുണ്ടാക്കിയതിനു ശേഷം അതിന് പിന്നെ പുതിയതായിട്ട് ഒരു രാജ്യം പോലും ഇങ്ങനെ യുദ്ധം നടത്തി ഒരു പുതിയൊരു രാജ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇന്ത്യ നടത്തിയ അവസാനത്തെ ഇതാണ്. അതിനുശേഷം വേറെ ഈ ലോകത്തെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം, അതായത് കുറെ നാൾ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നു, ഗവൺമെന്റിനെ എടുത്തു കളഞ്ഞ് അവിടെ, അതായത് മിലിറ്ററി ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഈ മ്യാൻമർ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ഭാഗം മുസ്ലിംസ് ഉണ്ട്. ഇവരെന്താന്ന് വെച്ചാൽ അവിടെയുള്ള മൈനോറിറ്റീസിനെ എല്ലാം അടിച്ചൊതുക്കുകയായിരുന്നു ഇവരുടെ സ്ഥിരം പരി. അപ്പോൾ ഇത് സഹിക്ക വയ്യാതെ അവിടെ ബുദ്ധിസ്റ്റ് കുറച്ച് മൈനോറിറ്റീസ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം അവരും പേടിച്ച് പിന്മാറി. പിന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് കൈ കെട്ടിയ ആയുധം വെച്ച് അവർ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സർട്ടൻ പീരീഡ് എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇവർക്ക് ചെറിയ ചെറിയ ഫണ്ടിങ്സ് എല്ലാം തന്നെ പുറത്തുള്ള രാജ്യങ്ങളെല്ലാം ചെറുതായി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് വെപ്പൺസ് കിട്ടി, ടാങ്ക്സ് കിട്ടി, അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് കിട്ടി. ഇതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ അവരൊരു മേജർ പ്ലെയർ ആയി തന്നെ മാറി. ഇന്ന് റഹൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് മ്യാൻമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കോസ്റ്റൽ റീജിയനിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് റഹൈൻ സ്റ്റേറ്റ്. ഇതില് 15 സിറ്റിയും അറക്കൻ ആർമീന്റെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടം വരെയാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറക്കൻ ആർമീന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം, റഹൈൻ ഇത് ഒരു രാജ്യമായി ഡിക്ലെയർ ചെയ്യണം, ഒരു ഇൻഡിപെൻഡന്റ്. അവര് പറഞ്ഞത്, അതായത് ഞങ്ങൾ മ്യാൻമറിന്റെ കൂടിയോ ബംഗ്ലാദേശിന്റെ കൂടിയോ ഒന്നുമല്ലായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ വേണമെന്ന് വെച്ച് ഞങ്ങളെ അവരുടെ കൂടെ മെർജ് ചെയ്താണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സ്റ്റാറ്റസ് വേണ്ട, ഞങ്ങൾക്ക് തനിച്ച് നിന്നാൽ മതി എന്നുള്ളൊരു നിലപാടിലോട്ട് എത്തി. അപ്പോഴും നിൽക്കുന്നത് ഈ റോഹിംഗ്യ മുസ്ലിംസ് ആണ്. അതായത് ഈ റോഹിംഗ്യ മുസ്ലിംസ് അറക്കൻ ആർമി വന്നതിന് ശേഷം ഈ കോക്സ് ബസാർ എന്ന് പറയുന്ന, അതായത് ഈ ബംഗ്ലാദേശിന്റെ ആ സൈഡിലോട്ട് കൂടുതലായിട്ടും നീങ്ങി വരും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റോഹിംഗ്യക്കിനുള്ള, അതായത് കൂടുതലായിട്ടും റെഫ്യൂജി ക്യാമ്പുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ അറക്കൻ ആർമി ഈ റഹൈൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയും എടുത്തുകൊണ്ട് തന്നെ ഈ റോഹിംഗ്യാസ് മൊത്തം ഇങ്ങോട്ട് ബംഗ്ലാദേശിലോട്ട് കിടക്കാൻ തുടങ്ങി. അവിടെ നിന്ന് കുറെ തീവ്രവാദികൾ, അതായത് ഈ ജമ്മു കാശ്മീരിലും നമ്മുടെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും
തമിഴ്നാട്ടിലോട്ടൊക്കെ ഇതുങ്ങൾ മെല്ലെ മെല്ലെ അതായത് വന്നു കൂടുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പണിക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി. എല്ലാവരെയും ബംഗാളികളാണെന്ന് ഓർത്ത് വിശ്വസിക്കരുത്. കാരണം ബംഗാൾ ഇവർക്ക് പറയാൻ പറ്റും, ഹിന്ദി ഇവർക്ക് പറയാൻ പറ്റും, ഇവർക്ക് ഏത് ഭാഷയും 3 ഭാഷയോളം ഇവർക്ക് പറയാൻ പറ്റുന്ന സാമർത്ഥ്യമുള്ള തീവ്രവാദികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് കടന്നു വരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് അതിനെല്ലാം ആക്ഷൻ എടുത്ത് വരുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതായത് ബംഗ്ലാദേശിന് ഒരു പേടി വരുന്നത്. അതായത് അറക്കൻ ആർമി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അതായത് അവരുടെ കൂടുതലായിട്ടും സെന്റ് മാർട്ടിൻസിലോട്ട് പോകുന്ന ആ സ്ഥലങ്ങളടക്കം ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്തൊരു പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് അതായത് ചിറ്റഗോൺ ആയിരിക്കും. ചിറ്റഗോൺ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് അത് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ സ്വപ്നം കാണുന്ന പോലെ അത്ര എളുപ്പത്തിൽ അറക്കൻ ആർമീനെ ജയിക്കാനും പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ആർമി ചീഫും അതുപോലെ തന്നെ യുനെസും കൂടെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ആർമീൻ്റെ അടുത്ത് എപ്പോ വേണേലും യുദ്ധം വരാം, തയ്യാറായി നിന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ്റെ കൂടെ വരാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ വലിയ നഷ്ടത്തിലോട്ടായിരിക്കും അത് പോകാൻ പോകുന്നത്. അതുകൊണ്ട് അറക്കൻ ആർമി എന്നുള്ള സൂചന കൃത്യമായി തന്നെ ഇതിൽ നിന്ന് ഉണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യനെയും ഈ അറക്കൻ ആർമീനെയും കൂടി പേടിപ്പിക്കാൻ വേണ്ടി യുനെസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതായത് ടർക്കിയിൽ നിന്ന് കുറെ ഡ്രോൺസുകൾ ആദ്യം ഇറക്കി. ആ ഡ്രോൺസിന് നമ്മൾ ആന്റി ഡ്രോൺ സിസ്റ്റം എല്ലാം തന്നെ ഇവിടെ ഓൺ ആക്കിക്കൊണ്ട് തന്നെ അവർ പേടിച്ചുകൊണ്ട് ആ ഡ്രോൺ സർവൈലൻസ് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അവർ എന്താ പുതിയതായി ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ടർക്കിയിൽ നിന്ന് അതായത് കൂടുതലായിട്ട് ടാങ്ക്സുകൾ, അതായത് മിലിറ്ററി ടാങ്ക്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ ടാങ്ക്സുകൾ കൊണ്ടുവന്നാൽ ഇന്ത്യയും അറക്കൻ ആർമിയും പേടിക്കും എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ ഇവരുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ്റെ അടുത്ത് അതിനെക്കാളും അതായത് ടർക്കിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ വെപ്പൺസും ഉണ്ട്. അവരുടെ അടുത്ത് ഒരു വെപ്പൺ പോലും ടർക്കിന്റെ അടുത്ത് ഇന്ന് ഇന്ത്യനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, അപ്പോൾ പുതിയതായിട്ട് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ മ്യാൻമറിൽ ഇപ്പോൾ മിലിറ്ററി ഭരണമാണ്. അവരുമായിട്ട് നമ്മൾ ഈ പെട്ടെന്ന് തന്നെ ഈ അറക്കൻ ആർമീനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റേറ്റായി അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യമായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതായത് ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും മ്യാൻമർ ആർമിയുമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അതായത് മ്യാൻമറുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് വേണ്ടാത്ത രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് എങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുമോ അതേപോലെ തന്നെ അവിടെയും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. ഇത് ഒന്നാമത്തെ പ്രശ്നമായി നമ്മൾ നിൽക്കുന്നു. രണ്ടാമത്തത്, ഇനി നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അറക്കൻ ആർമിയുമായിട്ട് നമ്മൾ വേണ്ടാത്ത ശത്രുത പിടിച്ചു വരുത്തേണ്ടി വരും. അത് മാത്രമല്ല, അറക്കൻ ആർമി ഒരു ബുദ്ധിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ മതി ഈ ബംഗ്ലാദേശിനെ കൗണ്ടർ പാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അറക്കൻ ആർമീനെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അറക്കൻ ആർമി വരാതാവും. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ അറക്കൻ ആർമി ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അതായത് ബംഗ്ലാദേശുമായിട്ടും അതുപോലെ തന്നെ മ്യാൻമർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുമായിട്ട് മാത്രമോ അറക്കൻ ആർമിക്ക് ഈ ദേഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നേരെ മറിച്ച് ചൈന വന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യന്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായിട്ട് ഈ അറക്കൻ ആർമിയുടെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. ഇതും ഏറ്റവും വലിയൊരു ചാലഞ്ചായി നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റേണലായിട്ട് അറക്കൻ ആർമീനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇനി റഖൈൻ സ്റ്റേറ്റ് തിരിച്ച് അറക്കൻ ആർമീനെ വിട്ടു പോകാനുള്ള സാധ്യതകളും കുറവാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ പേടിച്ചു വരച്ചുകൊണ്ട് ഡ്രില്ലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അറക്കൻ ആർമിയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷന് ബംഗ്ലാദേശിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ